കുറിച്ചാണ് വീഡിയോ. നമ്മുടെ മഷ്റൂംസ് നമ്മളെന്നും കേൾക്കുന്നതാണല്ലേ കൂണ്. പലർക്കും പേടിയാണ് ശരിക്കും പറഞ്ഞാൽ കൂണിനെ. അത്രമാത്രം വിഷക്കൂണുകളുടെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നതുകൊണ്ടാണത് ശരിക്കും. പക്ഷേ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ, ഇന്നത്തെ ഈ ഒരു ജീവിത രീതിക്കൊക്കെ ഏറ്റവും അനുയോജ്യമായൊരു ഭക്ഷണമാണ് കൂണ്. അതിനെക്കുറിച്ച് നമുക്കിന്ന് കൂടുതലായിട്ട് നോക്കാം. ഒരു പക്ഷേ കൂണിനോട് ചേർത്ത് ചില്ലി മഷ്റൂം, മഷ്റൂം സൂപ്പ്, മഷ്റൂം നൂഡിൽസ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു നോൺ വെജ് ധ്വനി പലർക്കും തോന്നുന്നുണ്ടാവും. മാത്രമല്ല രുചിയിലും മണത്തിലും കൂണിന് ഇറച്ചി വിഭവങ്ങളോട് തെല്ല സാമ്യവുമുണ്ട്. അതുകൊണ്ടൊക്കെ ആവാം കൂണുകൾ സസ്യാഹാരികളുടെ മെനുവിൽ പലപ്പോഴും ഇടം കിട്ടാറില്ല. ജീവിതശൈലി രോഗങ്ങൾ ഏറി വരുന്ന ഈ കാലത്ത് കൊഴുപ്പ്, ഉപ്പ്, പഞ്ചസാര എന്നിവ കുറച്ചും നാരുകൾ കൂടിയതുമായ ഭക്ഷണം കഴിക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഈ ഗുണങ്ങളെല്ലാം കൂണിനുണ്ട്. ശരീരത്തിൽ വേഗത്തിൽ ആഗിരണം ചെയ്യാവുന്ന രൂപത്തിലാണ് കൂണിലെ അന്നജമുള്ളത്. അതുപോലെ കൊഴുപ്പിൻ്റെ തോതും വളരെ കുറവാണ്. ഇത് ഹൃദയാരോഗ്യത്തിന് അങ്ങേയറ്റം ഗുണകരമാണ്. നമ്മൾ ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ 100 ഗ്രാം അരി നമ്മൾ കഴിക്കുമ്പോൾ 350 കിലോ കാലറി ലഭിക്കും നമ്മുടെ ശരീരത്തിന്. പക്ഷേ 100 ഗ്രാം കൂണിൽ നിന്ന് ഏതാണ്ട് 35 കിലോ കാലറി മാത്രമേ ലഭ്യമാകുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് ബി കോംപ്ലക്സ് വൈറ്റമിൻ്റെ കാര്യവും. 100 ഗ്രാം കൂൺ കഴിക്കുമ്പോൾ ഒരു ദിവസം ശരീരത്തിന് വേണ്ട വൈറ്റമിൻ B1 അഥവാ തയമിൻ ലഭ്യമാകുന്നുണ്ട്. കൂണിലെ ധാതു ലവണങ്ങളുടെ അളവും ഇങ്ങനെ തന്നെ. സോഡിയം കുറഞ്ഞും പൊട്ടാസ്യം ഏറിയും കാണപ്പെടുന്നു കൂണിൽ. എടുത്തു പറയേണ്ട സവിശേഷത കൂണിൽ കൊളസ്ട്രോൾ ഇല്ലെന്നതാണ്. ഇറച്ചി വിഭവങ്ങൾ പതിവായി കഴിച്ചാലുണ്ടാവുന്ന ദോഷം അതുതന്നെയാണല്ലോ. അതുപോലെ ഇവിടെ ഏറ്റവും ഊന്നിപ്പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് വൈറ്റമിൻ ഡിയുടെ കാര്യമാണ്. സാധാരണ ഒരു ഭക്ഷണത്തിൽ നിന്നും കിട്ടാത്തതാണ് വൈറ്റമിൻ ഡി. വെയിൽ കൊള്ളാനാണ് ഇതിനു വേണ്ടി ഡോക്ടർമാർ സാധാരണ നിർദ്ദേശിക്കുന്നത്. എന്നാൽ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ കൂണിന് വൈറ്റമിൻ ഡി നിർമ്മിക്കാൻ കഴിയുമെന്നതാണ് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നത്. കൂണുകൾ ഭക്ഷ്യയോഗ്യമായവയും അല്ലാത്തവയുമുണ്ട്. ഭക്ഷ്യയോഗ്യമായവ തന്നെ പല തരത്തിലാണ്. കിലോയ്ക്ക് 50,000 രൂപ വരെ വിലയുള്ള കൂണുകൾ പോലും മാർക്കറ്റിൽ ലഭ്യമാണ്. ഇന്ന് കേരളത്തിൽ പോലും കൂടുതലായി കൂൺ കൃഷി ചെയ്തു വരുന്നുണ്ട്. അതിൽ കൂടുതലായിട്ടും പാൽക്കൂണും ചിപ്പിക്കൂണുമാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. വീടിനകത്ത് തന്നെ ചെറിയൊരു സ്ഥലത്ത് നമുക്ക് ചെയ്യാവുന്ന, നമ്മുടെ തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്ന കൂണുകളാണ് ഇവയൊക്കെ. ഇന്ന് നമ്മൾ കേൾക്കുന്ന പല ജീവിതശൈലി രോഗങ്ങൾക്കും ഒരു മരുന്നായി നമുക്ക് കൂണിനെ കാണാവുന്നതാണ്. ക്യാൻസറിനെതിരെ പൊരുതാൻ നല്ലൊരു ഭക്ഷണവും ഒരു മരുന്നും കൂടെയാണ് മഷ്റൂംസ്. അതുപോലെ തന്നെ പ്രതിരോധശേഷി ഫലപ്രദമായി വർദ്ധിപ്പിക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും നമ്മുടെ കൂണുകൾ വളരെയധികം സഹായിക്കുന്നുണ്ട്. എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഇവയ്ക്കുള്ള പങ്ക് ഏറെയാണ്. കാരണം ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുള്ളതാണ് കൂണുകൾ. കാൽസ്യം കൂടാതെ കൂൺ മറ്റു പോഷകങ്ങൾ ശേഖരിക്കുകയും ശരീരത്തിന് ആവശ്യമായ മറ്റ് ഭക്ഷണങ്ങളിൽ നിന്നുള്ള പോഷകങ്ങൾ ആഗിരണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രമേഹത്തെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കാനും കൂണ് സഹായിക്കുന്നുണ്ട്. കണ്ണുകളുടെ ആരോഗ്യത്തിന്, നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് ഇതിനൊക്കെ കൂണ് വളരെ നല്ലതാണ്. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്കെതിരെ പൊരുതാൻ കൂണിന് കഴിയുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ കേട്ടിട്ടുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന പേരിന് പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന അനേകം രോഗങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തെ തന്നെ ശത്രുവായി കണ്ട് അതിനെതിരെ പൊരുതുന്ന ഒരു വികലമായ പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ. അതുകൊണ്ട് തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമായ മഷ്റൂമുകൾ, നമ്മുടെ കൂണുകൾ, ഇന്നത്തെ കാലത്തെ ജീവിതശൈലി രോഗങ്ങളെന്നറിയപ്പെടുന്ന ഒരു കൂട്ടം അസുഖങ്ങൾക്ക് മേൽ ഒരു കുട നിവർത്തി തന്നെയാണ് നിൽക്കുന്നത്. ഇത്തിരി കുഞ്ഞന്മാരെ നമുക്ക് നിത്യേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം.
നല്ലൊരാരോഗ്യത്തിന്, നല്ലൊരു ജീവിതത്തിന് നമുക്കും കൂൺ കൃഷിയിലേക്ക് കടക്കാം.